വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മിസ്റ്റർ ബാഡ് എന്ന ഡ്രാമയുടെ 9ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ എനിക്കും ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് നാൻസിങ് ഷാവോദിയുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം കഴിക്കുന്നു. അവൻ്റെ നെഞ്ചിടിപ്പ് ശരിക്കും കൂടിയെങ്കിലും അവളുടെ ചുണ്ടിലും മുഖത്തുമൊക്കെ പറ്റിയ ഐസ്ക്രീം കണ്ടപ്പോൾ അറിയാതെ അവൻ ചിരിച്ചു പോകുന്നുണ്ട്. അവൻ്റെ മുഖത്ത് പറ്റിയ ഐസ്ക്രീം കണ്ട് അവളും ചിരിക്കുന്നു. അവൻ്റെ മുഖം തുടയ്ക്കാൻ അവൾ ടിഷ്യൂ എടുത്തുകൊണ്ട് വന്നെങ്കിലും അപ്പോഴേക്കും മയങ്ങി അവൻ്റെ തോളിലേക്ക് വീഴുന്നു. അവൻ കുറച്ച് സമയം അവളെ അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ പതുക്കെ അവളുടെ മുഖത്ത് ഐസ്ക്രീമൊക്കെ തുടച്ചു കൊടുത്ത ശേഷം അവളെ ഉണർത്താതെ തന്നെ പൊക്കിയെടുത്ത് അവളുടെ മുറിയിൽ കൊണ്ട് കിടത്തുന്നു. ഷൂ ഒക്കെ ഊരി മാറ്റിയ ശേഷം പുതപ്പിച്ച് കൊടുത്തിട്ട് അവൻ പോകാനിരിക്കെങ്കിലും അവൾ ഉറക്കത്തിൽ തന്നെ അവൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നു. പിടിപിടിക്കാൻ മനസ്സ് വരാത്തത് കൊണ്ട് അവൻ അവിടെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ തന്നെ ഇരുന്ന് അവൻ ഉറങ്ങിപ്പോകുന്നുണ്ട്. രാവിലെ അവൻ ഉണർന്നപ്പോഴും അവൾ കയ്യിലെ പിടിവിട്ടിരുന്നില്ല. ആ സമയത്ത് അവൾ കണ്ണു തുറന്ന് അവനെ കണ്ടെങ്കിലും അവൻ്റെ കൈ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് വീണ്ടും കണ്ണുമടച്ച് കിടക്കുന്നു. അവൻ കൈ പതുക്കെ ഊരിയെടുക്കാൻ തുടങ്ങുമ്പോഴാണ് അമ്മ അവളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത്. അവൻ വേഗം കട്ടിലടി കയറി ഒളിക്കുന്നുണ്ട്. ഇന്നലെ നീ എപ്പോഴാണ് വന്നത്? ഞാൻ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ, വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ അവളെ വിളിച്ചുണർത്തുന്നു. ഞാൻ ഇന്നലെ രാത്രി സിസിക്കൊപ്പമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാൻസിങ് ഉണരുന്നു. ഷൂ പോലും മുരിയിടാതെയാണോ നീ ഇന്നലെ അകത്തേക്ക് കയറി വന്നത് എന്ന് ചോദിച്ചാൽ അമ്മ താഴെ ഇരുന്ന ഷൂ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഭാഗ്യത്തിന് അമ്മ അവനെ കണ്ടില്ല. അപ്പോഴേക്കും നാൻസിങ്ങിന് ശരിക്കും ബോധം വീഴുന്നു. ഇന്നലെ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് അവൾക്കൊരു പിടിയും കിട്ടുന്നില്ല. ഓരോന്നായി ഓർത്തെടുത്തപ്പോൾ ഷാവോദിയുടെ കൂടെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ചത് അവൾക്ക് ഓർമ്മ വരുന്നു. അവൾ വേഗം അവനെ കാണാനായി പുറത്തേക്കിറങ്ങി ഓടുന്നുണ്ട്. അവനും വേഗം കട്ടിലിനടിയിൽ നിന്നിറങ്ങി ബാൽക്കണി വഴി മുറിയിലെത്തുന്നു. ഉടൻ തന്നെ കോട്ടൂരി അറിഞ്ഞ് നൈറ്റ് ഡ്രസ് എടുത്തിട്ടുകൊണ്ട് ഹാളിൽ ടീപ്പോയ്ക്ക് മുകളിൽ ഇരുന്ന ബിയർ കുപ്പി എല്ലായിടത്തും മാറ്റി വയ്ക്കുന്നു. നാൻസിങ് അപ്പോഴും വാതിലിൽ മുട്ടി വിളിക്കുകയാണ്. തലേദിവസം രാത്രി അവൾ അവിടെ വന്നതിന് യാതൊരു തെളിവുമില്ലാത്ത വിധത്തിൽ വൃത്തിയാക്കിയ ശേഷം ഉറക്കത്തിൽ നിന്ന് അപ്പോൾ എഴുന്നേറ്റ് വന്നതുപോലെ ഒരു കോട്ടുമായിട്ട് കൊണ്ട് അവൻ വാതിൽ തുറക്കുന്നു. നാൻസിങ്ങിനെ കണ്ടപ്പോഴേ അവൻ്റെ ചുറ്റും പ്രണയത്തിൻ്റെ പൂക്കൾ വിരിയുന്നുണ്ട്. അവൾ മുന്നിൽ നിന്ന് കൊഞ്ചിക്കുഴയുന്ന പോലെയും അവളുടെ കയ്യിൽ പിടിച്ച് നെഞ്ചിൽ ചേർക്കുന്ന പോലെയും ഒക്കെ അവൻ ഭാവനയിൽ കാണുന്നു. തലക്കിട്ട് ഒരു തട്ടുകൊടുത്താണ് അവൻ ആ ചിന്തകൾ നേരെയാക്കിയത്. നാൻസിങ് അകത്തേക്ക് കയറി തലേന്ന് രാത്രി അവിടെ ചെന്നതിൻ്റെ എന്തെങ്കിലും അടയാളമുണ്ടെന്ന് പരിശോധിക്കുന്നു. അവൻ അവളെ വേഗം പറഞ്ഞയക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവിടെ ഒന്നും കാണാത്തതിനാൽ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്നായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ ഇന്നലെ സന്ധ്യയ്ക്ക് കയറി കിടന്നുറങ്ങി, പിന്നെ എങ്ങനെയാണ് നീ വരുന്നത് എന്ന് അവൻ കള്ളം പറയുന്നു. അവൾ പക്ഷേ വിശ്വാസം വരാതെ പിന്നെയും ഓരോന്ന് ചോദിച്ചെങ്കിലും അവനതെല്ലാം ഓരോന്ന് പറഞ്ഞു മാറ്റുന്നു. നാൻസിക്ക് സംശയം തീരാത്തത് കൊണ്ട് അവൻ്റെ ബെഡ്റൂമിൽ ചെന്ന് നോക്കുന്നുണ്ട്. ഒരാൾ കിടന്നുറങ്ങിയതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ ബെഡിലേക്ക് ചാടി വീണ് അനന്തശയനത്തിൽ കിടക്കുന്ന പോലെ കിടന്നിട്ട് ഞാൻ ഇന്നലെ ഇങ്ങനെ കിടന്നാണ് ഉറങ്ങിയത്, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഇന്നലെ ഒരുപാട് കുടിച്ചെന്നാണ് തോന്നുന്നത്, സ്വപ്നം കണ്ടതായിരിക്കും എന്നവൾ സമാധാനിക്കുന്നു. മുറിയിൽ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴാണ് താഴെ അവൻ്റെ ബെൽറ്റ് കിടക്കുന്നത് കണ്ടത്. നീ ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നു അതോ ഫൈറ്റ് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ബെൽറ്റ് എടുക്കുന്നു. അവന് പക്ഷേ അവൾ ബെൽറ്റും എടുത്ത് അടുത്തേക്ക് വന്ന് കഴുത്തിൽ പിടിക്കുന്ന പോലെയും ബെഡിലേക്ക് കിടക്കുന്ന പോലെയും ഒക്കെ തോന്നുന്നു. അവൻ വേഗം ചാടി എഴുന്നേറ്റ് അവിടെ നിന്ന് ചുറ്റിത്തിരികയായിരുന്നു നാൻസിങ്ങിനോട് അവളുടെ മുറിയിലേക്ക് പോകാൻ പറയുന്നു. ഞാനിവിടെ വന്നില്ല എന്ന് നീ പറഞ്ഞത് സത്യം തന്നെയാണോ? എനിക്ക് പ്രോമിസ് ചെയ്തു തരാൻ പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് പിങ്കി പ്രോമിസ് ചെയ്യിക്കുന്നു. അതിനുശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഷാവോദി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിൻ്റെ വിഷമത്തോടെ ബെഡിലേക്ക് കിടന്നപ്പോഴാണ് അവൾ വീണ്ടും മുറിയിലേക്ക് കയറി വന്നിട്ട് നിന്റെ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, നിനക്കത് തിരികെ വേണമെന്ന് ചോദിച്ചത്. എനിക്ക് വേണ്ട, നീ നിനക്ക് തോന്നുന്ന പോലെ ചെയ്തോളാൻ പറഞ്ഞ് അവൻ അവളെ ഒഴിവാക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ ഇരിപ്പ് കണ്ട് നിനക്കത് സുഖമില്ലെന്ന് ചോദിച്ച് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നെറ്റിയിൽ കൈവച്ച് നോക്കുന്നു. അവന് കൺട്രോൾ വിട്ടു പോകുന്ന പോലെ തോന്നുന്നതിനാൽ അവളുടെ കൈ തട്ടി മാറ്റി ചാടി എഴുന്നേറ്റ് കത്തിന് മുന്നിൽ ഒളിച്ചു നിന്നിട്ട് നീ ജോലിക്ക് പോകുന്നില്ലേ, ലേറ്റാകുന്നു, വേഗം പോകാൻ നോക്ക് എന്ന് പറയുന്നു. അപ്പോഴാണ് അവൾ സമയം നോക്കിയത്. ലേറ്റായി എന്ന് പറഞ്ഞ് അവൾ വേഗം പുറത്തേക്ക് ഓടുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ അവൻ ആശ്വാസത്തോടെ ഓടിച്ചെന്ന് കുറേ വെള്ളം കുടിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് സോഫയ്ക്കടിയിൽ ഒളിപ്പിച്ച് അവളുടെ സഞ്ചി അവൻ ശ്രദ്ധിച്ചത്. അവളറിയാതെ എങ്ങനെയെങ്കിലും അത് അപ്പുറത്തെത്തിക്കണം എന്ന് ചിന്തിച്ചപ്പോഴാണ് അവളുടെ അമ്മ ജോലിക്ക് പോവുകയാണെന്ന് വിളിച്ചു പറഞ്ഞ ശബ്ദം കേട്ടത്. അമ്മ പോയി കഴിഞ്ഞപ്പോൾ അവൻ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് സഞ്ചി അവളുടെ വീടിനകത്തുകൊണ്ട് വെക്കുന്നുണ്ട്. നാൻസിങ് അന്ന് കുറച്ച് ലേറ്റായാണ് ഓഫീസിലെത്തിയത്. ചെന്നപ്പോഴേ അവളെ ബോസിൻ്റെ മുറിയിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് ജിയോ അറിയിക്കുന്നു. സംശയിച്ചാണ് അവൾ അവൻ്റെ മുറിയിലേക്ക് ചെന്നത്. അവളെ കണ്ടപ്പോഴേ അവൻ പിടിച്ചുകൊണ്ടുപോയി സോഫയിലിരുത്തി ഒരു കാപ്പിയും നൽകുന്നു. ഇന്ന് ഇത് എന്തിനുള്ള പുറപ്പാടാണോ എന്നവൾ സംശയിച്ചിരിക്കുമ്പോഴാണ് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൻ പറഞ്ഞത്. സന്തോഷത്തോടെ അവൾ അതെല്ലാം കുറിച്ച് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ സ്റ്റോറി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എയോട് എനിക്ക് വേണ്ടി കുറച്ച് സമയം ഫ്രീ ആക്കാൻ പറയണമെന്ന് ആവശ്യപ്പെട്ടത്. അതോടെ അവളുടെ സന്തോഷമൊക്കെ തീരുന്നുണ്ട്. എന്തിനാണ് ഫ്രീ ടൈം ഉണ്ടാക്കേണ്ടത് എന്ന് അവൾ ചോദിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ടിന് എയോയ്ക്കൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനാണ്. ആ സമയം മോറ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് സീഷൻ അവളോട് ചോദിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നതായിരിക്കും നല്ലത് എന്ന് അവൾ പറയുന്നു. അവൻ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി അവൾ അപ്പോൾ തന്നെ പോകുന്നുണ്ട്. ഷാവോദി ഈ സമയം വലിയ ഒരു കറുത്ത കവർ എടുത്തുകൊണ്ടുവന്ന് നാൻസിയുമായി ബന്ധപ്പെട്ടതെല്ലാം കൊണ്ടുപോയി കളയാമെന്ന് വിചാരിച്ച് ഓരോന്നായി പെറുക്കിയെടുക്കാൻ തുടങ്ങുന്നു. പക്ഷേ നോക്കുന്നിടത്തെല്ലാം അവൾ നിൽക്കുന്ന പോലെ തോന്നുന്നതിനാൽ അവൻ അതെല്ലാം അവിടെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങുന്നു. പക്ഷേ കാൽ തട്ടി താഴെ വീഴുന്നുണ്ട്. അപ്പോഴാണ് നേരത്തെ കൊണ്ടുവന്നിട്ട് വലിയ കവറിൽ നിന്ന് നാൻസിങ് ഇറങ്ങി വരുന്ന പോലെ തോന്നിയത്. അവൻ ചാടി എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. നാൻസിങ് എയുടെ മുറിയിലെത്തി സീഷൻ പറഞ്ഞു വിട്ടതുപോലെ അവളുടെ കുറച്ച് സമയം ഫ്രീ ആക്കുന്ന കാര്യം പറയുന്നു. ഓക്കെ പറഞ്ഞതല്ലാതെ എന്തിനാണെന്ന് ഒന്നും തിരിച്ചു ചോദിക്കുന്നില്ല. നാൻസിക്ക് സംശയിക്കുന്നപ്പോൾ നിന്റെ ബോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും.
ആ സമയത്ത് അവനോട് ചോദിച്ചാലും മറുപടി ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് എ അവളോട് പറയുന്നു. ഒന്നും പറയാതെ തന്നെ എ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് നാൻസിനെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. അവളെപ്പോലെ നല്ലൊരു അസിസ്റ്റൻ്റ് ആകാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരുമെന്ന് അവൾ എയോട് ചോദിക്കുന്നു. ഒരു സാധാരണ അസിസ്റ്റൻ്റ് ബോസ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ മികച്ചൊരു അസിസ്റ്റൻ്റ് ആകണമെങ്കിൽ അദ്ദേഹം പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം എന്ന് എ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. സന്തോഷത്തോടെയാണ് നാൻസിങ് അവിടെ നിന്ന് തിരികെ പോയത്. പുറത്തൊക്കെ ചുറ്റിത്തിരിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞാണ് ഷാവതി വീട്ടിലേക്ക് തിരികെ എത്തിയത്. നാൻസിങ് സ്റ്റെയറിനരികിൽ അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. മുമ്പത്തെ പോലെ തോന്നലായിരിക്കുമെന്ന് കയറി അവൻ കണ്ണുപൊത്തി പിടിച്ച് അവിടെ നിന്ന് കയറി പോകാൻ തുടങ്ങുന്നു. അവൾ മുന്നിൽ കയറി തടഞ്ഞപ്പോഴാണ് തോന്നലല്ല എന്ന് മനസ്സിലായത്. നാൻസിങ്ങിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന്. പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാൻ പോകാൻ അവനെ ക്ഷണിക്കാനാണ് അവൾ നേരത്തെ വന്നത്. ഇക്കാര്യം പറയാനായി അവൾ ഒരുപാട് തവണ അവനെ ഫോൺ ചെയ്തിരുന്നു. പക്ഷെ അവൻ എടുത്തില്ല. അതുകൊണ്ടാണ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അവൻ അവളുടെ ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ വീണ്ടും കൺട്രോൾ പോകുന്ന പോലെ തോന്നിയാൽ ഞാൻ പാർട്ടിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്നു. അപ്പോഴാണ് ഏതോ പൈപ്പ് പൊട്ടി വീടിനുള്ളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് കണ്ടത്. ബാത്റൂമിലെ ഒരു പൈപ്പാണ് പൊട്ടിയത്. നാൻസിങ്ങും അവനും കൂടി കയ്യിൽ കിട്ടിയത് കൊണ്ട് പൊത്തിപ്പിടിച്ച് വെള്ളം വീഴുന്നത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അവളുടെ തലവഴിയെ വെള്ളം വീണ് കുറച്ചൊക്കെ നനയുന്നു. മാത്രമല്ല രണ്ടുപേരും കൈകൾ പൈപ്പിന് മുകളിൽ ഒരുമിച്ച് പിടിച്ചിരിക്കുകയാണ്. എല്ലാം കൂടി ആയപ്പോൾ ഷാവോതി ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലെത്തുന്നു. ഒരു ടവലെടുത്ത് കൊടുത്ത് അവളുടെ മുഖം തുടയ്ക്കാൻ പറഞ്ഞ് അവളെ മുറിക്ക് പുറത്താക്കി വാതിലടയ്ക്കുന്നു. ഞാനൊരു പ്ലംബറെ വിളിക്കാമെന്ന് അവൾ പുറത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അവൾ പുറത്തിറങ്ങിയപ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് വന്നത്. അമ്മയോട് അവൾ വിവരം പറയുന്നു. ഭക്ഷണം കഴിക്കാൻ അവൻ വരുന്നില്ല എന്ന് പറഞ്ഞ കാര്യം അവൾ പറഞ്ഞപ്പോൾ നീ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യും, ഞാൻ അവനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അമ്മ അവൻ്റെ മുറിയിലേക്ക് പോകുന്നു. അമ്മ വിളിച്ചത് കൊണ്ടാവണം അവൻ അവർക്കൊപ്പം ഡിന്നർ കഴിയാൻ ചെല്ലുന്നുണ്ട്. നാൻസിങ് ഇരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവൻ ഇരിക്കാൻ കസേര നീക്കിയപ്പോൾ അമ്മ അവന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് അവിടെ കയറിയിരിക്കുന്നു. അവന് നാൻസിങ്ങിൻ്റെ അടുത്ത സീറ്റിൽ തന്നെ ഇരിക്കേണ്ടി വരുന്നു. വരുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അമ്മ വിളിച്ചപ്പോൾ വന്നത് അവളെ അത്ഭുതപ്പെടുത്തുന്നു. അമ്മ നിന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നാണോ എന്ന് ഇടയ്ക്ക് അവൾ ചോദിക്കുന്നു. ഫുഡ് ഓർഡർ ചെയ്ത ശേഷം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അമ്മ വൈൻ കൂടി ഒഴിക്കുന്നു. നാൻസിങ് അവിടെ കേക്കൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ അവളുടെ മുഖത്ത് കുറച്ച് ക്രീം പുരട്ടുന്നുണ്ട്. അവൾ തമാശയെ അവൻ്റെ മുഖത്തും കുറച്ച് ക്രീം പുരട്ടുന്നു. ആ സമയത്ത് അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തോന്നിയതെങ്കിലും അവൻ ചിരിച്ചുകൊണ്ട് തിരിച്ച് അവളുടെ മുഖത്തും ക്രീം വാരി തേക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ക്രീം വാരി തേക്കുന്നു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്നു. മുഖത്തെ ക്രീം തുടയ്ക്കുന്നതിനിടയിൽ നാൻസിങ്ങിൻ്റെ മുഖം മനസ്സിലേക്ക് കയറി വന്നപ്പോൾ ഇനിയും ഞാനിതങ്ങനെ പിടിച്ചു നിർത്തും, എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് അവൻ സ്വയം പറയുന്നു. നിനക്ക് കഴിയില്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മ അപ്പോൾ അങ്ങോട്ടേക്ക് കയറി വരുന്നു. അമ്മയുടെ സംസാരം കേട്ടപ്പോൾ നാൻസിങ്ങിനോട് തനിക്കുള്ള ഇഷ്ടം അമ്മയ്ക്ക് അറിയാമെന്നാണ് അവന് തോന്നിയത്. പിന്നീടാണ് അവൻ ബില്ലടച്ച കാര്യമാണ് അമ്മ പറഞ്ഞു വന്നത് എന്ന് അവന് മനസ്സിലായത്. ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും വാങ്ങിത്തരാതിരുന്നുകൊണ്ട് അതിന് പകരമായാണ് ബില്ലടച്ചത് എന്ന് അവൻ പറയുന്നു. ഡിന്നർ കഴിഞ്ഞ് തിരികെ പോകാനായി അമ്മ ടാക്സി വിളിച്ചെങ്കിലും പുറകിലത്തെ സീറ്റിൽ നാൻസിങ്ങിനൊപ്പം ഇരിക്കണം എന്നുള്ളതിനാൽ എനിക്ക് വേറെ ഒരു സ്ഥലം വരെ പോകണം, ഞാനങ്ങ് എത്തിക്കോളാമെന്ന് പറഞ്ഞ് അവൻ കാറിൽ കയറാതെ പോകുന്നു. അമ്മയോട് പോയിക്കോളാൻ പറഞ്ഞിട്ട് നാൻസിങ് അവൻ്റെ പുറകെ ഓടിച്ചെല്ലുന്നു. ഞാൻ നിന്റെ മുഖത്ത് കേക്ക് തേച്ച ദേഷ്യത്തിലാണോ നീ പോകുന്നതെന്ന് ചോദിച്ച് അവൾ അവൻ്റെ പുറകെ ചെല്ലുന്നു. അവളോട് തിരിച്ചു പോകാൻ അവൻ പറഞ്ഞിട്ട് പിന്നെയും അവൾ അവൻ്റെ പുറകെ ചെല്ലുന്നു. നീ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? നീ എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് വന്ന് അതും ഇതൊക്കെ ചെയ്യുന്നു, എപ്പോഴെങ്കിലും എൻ്റെ ഫീലിങ്സ് നീ കണക്കിലെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴും അവൻ്റെ ഫീലിങ്സ് എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൻ തനിച്ചാണ് ഈ ലോകത്തേക്ക് വന്നത്. ഞാനും അമ്മയും ഒക്കെ അവനെക്കൊണ്ട് എപ്പോഴും ഓരോന്ന് ചെയ്യിക്കുകയാണ്. അവൻ ദേഷ്യപ്പെടുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് അവൾ വിചാരിച്ചത്. ഷാവോതി ആദ്യമേ വീട്ടിലെത്തിയെങ്കിലും നാൻസിങ് വരുന്നുണ്ടോ എന്ന് നോക്കാതിരിക്കാൻ അവന് കഴിയുന്നില്ല. ജനലിനിടയിലൂടെ അവൻ ഇടയ്ക്കിടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. അവൾ വരുന്നത് കണ്ടപ്പോൾ അവൻ വേഗം കർട്ടന് പിന്നിൽ ഒളിക്കുന്നു. അപ്പോഴും അവൻ്റെ നെഞ്ചിടിപ്പ് ശരിക്കും കൂടുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അവളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്ന് പറഞ്ഞ് അവൻ അകത്ത് പോയി അവിടെ ഉണ്ടായിരുന്ന പഴയ പുസ്തകങ്ങൾ ഏതെങ്കിലും എടുത്ത് വായിക്കാനായി നോക്കുന്നു. അപ്പോഴാണ് അതിലൊരു ബുക്കിൽ നിന്ന് നാൻസിങ്ങിൻ്റെ ഒരു പഴയ ഫോട്ടോ അവൻ കണ്ടത്. അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ ബീച്ചിൽ പോയപ്പോൾ എടുത്തായിരുന്നു അത്. ഫോട്ടോ കണ്ടതോടെ അവൻ വേഗം അത് തിരികെ എടുത്ത് വെച്ച് ബുക്ക് അടച്ച് വേറെ വഴി നോക്കുന്നു. ഇൻ്റർനെറ്റിലും തിരിഞ്ഞു നോക്കാമെന്ന് കരുതി ലാപ്ടോപ്പ് ഓണാക്കി ഒരാളുടെ ഇഷ്ടം തോന്നാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അതിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു. ഇഷ്ടം തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്ന രീതിയിലുള്ള ഉത്തരങ്ങളാണ് അവന് കിട്ടിയത്. അപ്പോഴാണ് നീ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ച് നാൻസിങ്ങിൻ്റെ മെസ്സേജ് അവന് വന്നത്. അവളാണെന്ന് കണ്ടതും അവൻ വേഗം ഫോൺ കട്ടിലേക്ക് എറിയുന്നുണ്ട്. പക്ഷെ വീണ്ടും മെസ്സേജ് വരുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ നിർത്തി നോക്കാതിരിക്കാൻ കഴിയുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ എപ്പോഴും എനിക്കിഷ്ടമുള്ളതുപോലെ ഓരോന്നും നിന്നെക്കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യാറുള്ളത്. എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നാളെ നമുക്ക് നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോയാലോ? എസ്കേപ്പ് റൂം നിനക്ക് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഒരെണ്ണം ബുക്ക് ചെയ്യട്ടെ എന്നാണ് അവൾ ചോദിച്ചിരിക്കുന്നത്. എസ്കേപ്പ് റൂമിൻ്റെ കാര്യം ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒറ്റത്തവണ മാത്രമേ അവളോട് പറഞ്ഞിട്ടുള്ളൂ എങ്കിലും അവൾ അതിപ്പോഴും ഓർത്തിരിക്കുന്നു എന്നത് അവനെ സന്തോഷിപ്പിക്കുന്നു. പക്ഷേ ഇങ്ങനെ മയങ്ങിപ്പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ ചാടി നിൽക്കുന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും അവൻ റിപ്ലൈ തരാത്തതിനാൽ നാൻസിങ് സ്വന്തമായി ഒരു എസ്കേപ്പ് റൂം ബുക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. സ്പോർട്സ് ടീമിൻ്റെ ഗ്രൂപ്പിലാണ് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമോ എന്ന് അവൾ മെസ്സേജ് ഇട്ടത്. സിസിയും ഹാവോയും ഉടൻ തന്നെ റിപ്ലൈ കൊടുക്കുന്നു. അങ്ങനെ അവരുടെ സഹായത്തോടെ അവൾ എസ്കേപ്പ് റൂം ബുക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ അവൾ ആദ്യം നോക്കിയത് അവൻ മെസ്സേജിന് റിപ്ലൈ അയച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ അപ്പോഴും അവൻ റിപ്ലൈ ഒന്നും അയച്ചിരുന്നില്ല. ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങിയപ്പോൾ അവൾ അവൻ്റെ വാതിൽക്ക് മുട്ടി വിളിക്കാൻ തുടങ്ങിയെങ്കിലും
ഇപ്പോഴും അവൻ ദേഷ്യത്തിനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിളിക്കാതെ പോകുന്നു. ഏയും കൂട്ടി അവൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതായിരിക്കും നല്ലതെന്ന് നാൻസിങ് ഉപദേശിച്ചതിനാൽ സീഷൻ അവളെയും കൂട്ടി അവൾക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ എക്സിബിഷന് പോകുന്നു. അവളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക എന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് മുമ്പ് അവൾ അയാളെക്കുറിച്ച് അറിയാൻ താല്പര്യം കാണിച്ചത് എന്നവന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ആർട്ടിസ്റ്റിനെ അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടയെ അയാളുമായി ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. അവൾക്ക് സർപ്രൈസ് നൽകാൻ വേണ്ടിയായിരിക്കും അവൻ അവിടേക്ക് വരുന്നതെന്ന് പറയാതെ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് എന്നാണ് അവൾ കരുതിയത്. പാവം സീഷൻ അവൾ ബിസിനസ് സംസാരിക്കുന്ന കണ്ട് ഒരു മൂലയ്ക്ക് മാറി ഇരിക്കേണ്ടി വരുന്നു. പറഞ്ഞ ബിസിനസ് പ്രപ്പോസൽ ആർട്ടിസ്റ്റിന് താല്പര്യം തോന്നുകയും അവളോട് ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഓരോ മെസ്സേജ് വരുമ്പോഴും ഷാവോദി ആണോ എന്ന് കരുതി നാൻസിങ് ഫോൺ ചാടിയെടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് നിരാശയാകേണ്ടി വരുന്നു. എസ്കേപ്പ് റൂം ബുക്ക് ചെയ്യുന്ന സമയം ഹാവോ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഷാവോദി ഈ സമയം നാൻസിങ്ങിനെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്നിരുന്ന് റിലാക്സ് ചെയ്ത് ചിത്രം വരയ്ക്കുകയാണ്. ഈ വഴി കൊള്ളാമെന്നൊക്കെ ചിന്തിച്ച് അവൻ സമാധാനത്തോടെ ഇരുന്ന് വരയ്ക്കുന്നുണ്ട്. മുന്നിൽ വെച്ചിരിക്കുന്ന പ്രതിമ നോക്കിയാണ് വരയ്ക്കേണ്ടത്. ഇടയ്ക്ക് അവിടുത്തെ ഇൻസ്ട്രക്ടറുകളൊന്ന് നോക്കിയിട്ട് ആരുടെ ചിത്രമാണ് വരയ്ക്കുന്നത് ചോദിച്ചപ്പോഴാണ് നാൻസിങ്ങിൻ്റെ ചിത്രമാണ് വരച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവന് ബോധം വന്നത്. ഒരു ഞെട്ടിലോടെ അവൻ പെൻസിലൊക്കെ വലിച്ചെറിയുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് അവളുടെ കോൾ വന്നത്. പക്ഷെ അറ്റൻഡ് ചെയ്യാതെ അവൻ അത് കട്ട് ചെയ്യുന്നു. നാൻസിങ്ങിനെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ വേറെ പല പണികളും ചെയ്ത് നോക്കുന്നുണ്ട്. തലകീഴായി തൂങ്ങിക്കിടന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു രീതി അവൻ ട്രൈ ചെയ്ത് നോക്കുന്നു. അതുകൊണ്ട് രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോൾ അത് മതിയാക്കി ഇറങ്ങുന്നു. ഫോണിൽ അവൾ ബുക്കിംഗ് സമയം മെസ്സേജ് അയച്ചിരിക്കുന്ന അപ്പോൾ അവൻ കണ്ടെങ്കിലും റിപ്ലൈ കൊടുക്കുന്നില്ല. അടുത്ത ഒരു ധ്യാന കേന്ദ്രത്തിലേക്കാണ് അവൻ പോയത്. അവിടെ യോഗ ചെയ്യുന്നത് പോലെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സീഷനും അവിടേക്ക് വരുന്നത് കണ്ടത്. അവൻ ഷാവോദിയുടെ കുറച്ച് മുന്നിലായി വന്നിരിക്കുന്നു. ശബ്ദമുണ്ടാക്കാതെ ഷാവോദി അവനെ ആംഗ്യം കാണിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഷാവോദിയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെല്ലാം ശബ്ദം കേട്ട് ദേഷ്യത്തോടെ അവൻ നോക്കിയെങ്കിലും അവൻ മാത്രം അപ്പോഴും അതറിയാതെ കണ്ണുമടച്ചിരിക്കുകയാണ്. സീഷൻ ശബ്ദമുണ്ടാക്കി വിളിച്ചപ്പോഴാണ് അവൻ കണ്ണു തുറന്നത്. നാൻസിങ് അവൻ വിളിച്ചുകൊണ്ടിരുന്നത്. ശബ്ദമുണ്ടാക്കാതെ നിന്ന് സീഷൻ തിരിച്ച് അവനെയും ആംഗ്യം കാണിക്കുന്നു. ഷാവോദി ഫോണുമായി കുറച്ച് അപ്പുറത്തേക്ക് മാറുന്നെങ്കിലും എടുക്കണോ വേണ്ടതെന്ന് അവൻ അപ്പോഴും സംശയിക്കുന്നു. നാൻസിങ്ങും മറ്റുള്ളവരും എസ്കേപ്പ് റൂമിന് മുന്നിൽ എത്തിയിരുന്നു. 4 പേർക്കുള്ള ഗെയിമാണ് ഹാവോ ബുക്ക് ചെയ്തിരുന്നത്. 2 പേർക്കുള്ളതായിരുന്നെങ്കിൽ ആർക്കെങ്കിലും 2 പേർക്ക് കയറാമായിരുന്നു. ഇതിപ്പോൾ 3 പേരായിട്ട് എങ്ങനെ കളിക്കുമെന്ന് പറഞ്ഞ് സിസി ഹാവോയെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും അപ്പോഴേക്കും ഷാവോദി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നീ മെസ്സേജ് കണ്ടതല്ലേ, സമയമായിട്ടും എന്താണ് വരാത്തത് എന്നവൾ ചോദിച്ചപ്പോൾ എനിക്ക് താല്പര്യമില്ല, വേറെ ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഫോൺ വയ്ക്കുകയാണെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ. എന്തായാലും 3 പേർക്കും കൂടി കളിക്കാൻ കഴിയില്ല, ഞാൻ തിരിച്ചു പോയേക്കാമെന്ന് പറഞ്ഞ് നാൻസിങ് തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ പുറകിൽ നിൽക്കുന്ന ഷാവോദി ചെന്നിരിക്കുന്നു. അറിയാതെ അവൾ അവനെ സമൺ ചെയ്തിരുന്നു. ഞാൻ പിന്നെയും നിന്നെ സമൺ ചെയ്തോ എന്നവൾ സന്തോഷത്തോടെ ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായും അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.